Hello everyone, how are you? Are you okay? Welcome our channel, welcome our video. ഞാനിന്ന് പറയാൻ പോണതേ പിന്നെ നമ്മളെ ട്രാൻസിസ്റ്റ് വിസ, അതേപോലെ വിസിറ്റിംഗ് വിസ, ബിസിനസ് വിസ, വർക്ക് വിസ, ടൂറിസ്റ്റ് വിസ, അങ്ങനെ പല വിസകളുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പം എത്രത്തോളം വിസകൾ, എങ്ങനെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് ഈ ഗൂഗിളിലൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻസിന് എത്ര വിസ ദുബായിലൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ എന്ന് വെച്ചാൽ ദുബായിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റ് വിസ, അതായത് നമുക്ക് ഈ ഓണറൈവൽ വിസ എന്നൊക്കെ പറയും, അത് നമുക്ക് ഒരു ഈസി പ്രോസസ്സ് നടക്കുന്നത് ദുബായിലുണ്ട്. പെട്ടെന്ന് നമുക്ക് ദുബായിലും അതേപോലെ ദുബായ്, ഷാർജ, അബുദാബിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ കുറച്ചും കൂടി ഒരു വൈഡായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയത് ദുബായ് ബേസ് ചെയ്തെടുക്കുകയാണ്. ദുബായ് ബേസ് ചെയ്തെടുത്ത് നമുക്ക് ഷാർജയ്ക്കും പോയി ഇറങ്ങാം, അബുദാബിയും പോയി ഇറങ്ങാം. അങ്ങനെ ഒരു ഇത് കിട്ടും തോന്നുന്നുണ്ട്. നാട്ടിലത്തെ ഒരു 2000 രൂപയാണ് വരുന്നത്. ദുബായിൽ എത്രത്തോളം വിസ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ടു ടൈപ്സ് വിസ ഉള്ളൂ. ദർ ആർ പ്രൈമറിലി 2 types ഓഫ് വിസ ഇൻ UAE: ഷോർട്ട് ടൈം വിസിറ്റിംഗ് ഇൻ റിക്കവറി ആൻഡ് എൻട്രി വിസ ആൻഡ് ലോങ് ടേംസ് സിസ്റ്റം mandate residence visas. Every visa type has its eligibility criteria, application process and validity period. അതായത് നമ്മളെ ID കാർഡ് വരെ ഇതുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പം ദുബായി പോയി ഇറങ്ങിയപ്പം എനിക്ക് 6 മാസത്തെ എൻ്റെ യൂറോപ്പിൻ്റെ ഇവിടുത്തെ ID കാർഡും കൂടി അതിൽ വാലിഡ് വേണം. അതേപോലെ തന്നെ നമ്മൾ പാസ്പോർട്ടിനും മിനിമം 6 മാസത്തിൻ്റെ മേലെ എന്തായാലും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുള്ള നമുക്ക് ആ ഒരു ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈനിൽ തന്നെ അത് ചെയ്യാം. അതായത് നമുക്കിപ്പം ഇവിടുന്ന് ട്രാവൽ ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിൽ നിൽക്കണം. ഞാൻ ഇവിടെ നിന്ന് ഞാൻ ടിക്കറ്റ് നോക്കുകയാണ് നാട്ടിലേക്ക് വിചാരിച്ചോ. ടിക്കറ്റ് നോക്കുമ്പം ഞാനിവിടെ നോക്കുമ്പോൾ ദുബായ് വരെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 15,000, നാട്ടിലത്തെ ഒരു 15,000 റുപ്യക്ക് ടിക്കറ്റ് ഉണ്ട് വിചാരിക്കുക ഇവിടുന്ന്. പക്ഷേ ഈ കണക്ട് എടുക്കുമ്പോൾ നേരിട്ട് നമുക്ക് നാട്ടിലേക്ക് ഇപ്പോൾ കൊച്ചിക്കോ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക കോഴിക്കോട്ടേക്ക്, മലപ്പുറത്തൊക്കെ എടുക്കുകയാണെങ്കിൽ, കരിപ്പൂർക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? ചിലപ്പോൾ അത് 15, 30, 50 ഒക്കെ ആയിട്ട് മാറും. നല്ല വ്യത്യാസം വരും. പക്ഷേ ദുബായി പോയി ഇറങ്ങി അവിടെ ക്ലോസ് ചെയ്തിട്ട് ആ ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 റുപ്യക്കോ 15 റുപ്യക്കോ അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ രാജ്യത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം പിന്നെ ആകെയുള്ളത് ഈ ടൂറിസ്റ്റ് വിസ എടുക്കുകയാണ്. അതായത് 7,000 8,000 റുപ്യ കൊടുക്കണം. ദുബായിൽ ഒരു 15 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ടിക്കറ്റ് ടൂറിസ്റ്റ് വിസ എടുക്കാൻ, വിസിറ്റിംഗ് വിസ എടുക്കാൻ. അപ്പോൾ അതെടുത്തിട്ട് ആ ഒരു 7,000 10,000 കളഞ്ഞിട്ട് അവിടെ നിൽക്കാനൊരു താല്പര്യമല്ല. നമുക്ക് പെട്ടെന്ന് അവിടെ ഇറങ്ങിയിട്ട് വേറെ രീതിയിൽ അങ്ങോട്ട് നാട്ടിൽ എത്തണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് പോരണമെന്നാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു വിസ പ്രോസസ്സിംഗ് ആണ് ഈ ട്രാൻസിസ്റ്റ് വിസ എന്നൊക്കെ പറയുന്നത്. ട്രാൻസിസ്റ്റ് വിസ പറഞ്ഞാൽ അല്ലെങ്കിൽ ഓണറൈവൽ വിസ എന്നും പറയും. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇറങ്ങുന്നു. അവിടെ നിന്ന് നമ്മളെ ചിലപ്പോൾ ചെക്ക് ചെയ്തൊന്നുമില്ല. ഇപ്പോൾ ഞാനവിടെ പോയപ്പം ഇന്നെ ID കാർഡ് കൊണ്ടുവന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിതിൽ അടിക്കുന്നുണ്ട്. നമ്മൾ പാസ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ, അതേപോലെ തന്നെ നമ്മൾ ID കാർഡ് കൊടുത്ത് അതും കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും അവർ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ അപ്രൂവൽ തരുന്നത്. ഒരു എന്താ പറയുക മെയിൽ നമുക്ക് കിട്ടും. അപ്പം അതിൽ ക്യാഷ് എന്ന് പറയുന്നത് ഞാൻ ദുബായിൻ്റെ അടുത്തപ്പം ഓൾമോസ്റ്റ് 2,000 രൂപ, ഇന്ത്യൻ മണി 2,000 രൂപ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിന് 48 മണിക്കൂറിന് കിട്ടി. 48 മണിക്കൂർ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ആ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി പോന്നാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്കവിടെ പോകാനും എൻ്റെ ഫാമിലിൻ്റെ ഒപ്പം നിൽക്കാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇത് ഒരുവിധം ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് പേടിയാണ് ഇത് എടുക്കാൻ. അപ്പോൾ ഇത് പേടിക്കേണ്ട കുറേ രാജ്യങ്ങളുണ്ട്. കാരണം ചിലർക്ക് അറിയില്ല. എന്താ വെച്ചാൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ചിലർ സൗദിക്ക് ഇങ്ങനെ പോകും. നേരിട്ടവിടെ പോയിട്ട് നമുക്ക് അപ്ലൈ ആവുന്നതേ ഉള്ളൂ ഇത്. പക്ഷേങ്കിൽ അതിൻ്റെ മുന്നെടുത്തിട്ട് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ അത്ര സേഫാണ്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ സൗദിക്ക് ഇപ്പം ഇറ്റലിയിൽ നിന്നൊക്കെ നമുക്ക് ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ സൗദിക്ക് 10,000 റുപ്യക്ക് സൗദിക്ക് എത്താൻ പറ്റുന്നുണ്ട്. 10,000 15,000 ഏറ്റവും ചീപ്പായിട്ട് കിട്ടും. നേരിട്ട് തന്നെ ഫ്ലൈറ്റ് കിട്ടും യൂറോപ്പിൽ നിന്ന്. പക്ഷേ സൗദിയിൽ ആ കാര്യം നടക്കില്ല. ജിദ്ദയിലായാലും അവിടെ ഇറങ്ങും, പക്ഷേ അവിടെ നമുക്ക് ഓണറബിൾ വിസ അതേപോലെ ട്രാൻസിസ്റ്റ് വിസ നിലവിൽ കിട്ടുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് തന്നെ ഒരാളവിടെ പോയിട്ട് ഒരാൾ കുടുങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പം ഈ കൗണ്ടറിലൊക്കെ പോയി സംസാരിച്ചപ്പം അതിവിടെ ഇപ്പോൾ നടക്കണില്ല എന്നൊക്കെ പറഞ്ഞാൽ അവനാകെ പ്രശ്നമായി. അവസാനം ഈ ഉംറ വിസ ഉണ്ടല്ലോ, അതേപോലത്തെ ടൂറിസ്റ്റ് വിസ തന്നെ, അത് അവിടെ നിന്ന് എമൗണ്ട് കൊടുത്ത് അവൻ എടുക്കേണ്ടി വന്നു. പുറത്തേക്കൊന്നും പോകണില്ല, പക്ഷെ എടുത്തിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു അവന്. അപ്പം അവൻ എക്സ്പെൻസ് കൂടുക ചെയ്തത്.
അപ്പോൾ സൗദി ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. ദുബായ് ബേസ് ചെയ്ത് എനിക്ക് നിലവിൽ പറയാം, മറ്റു രാജ്യങ്ങൾ GCCയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഉണ്ടെങ്കിൽ, അത്രയും സേഫായിട്ട് ആരും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയേണ്ട കേട്ടോ, ഉറപ്പുണ്ടെങ്കിൽ മാത്രം. എൻ്റെ അറിവിൽ ദുബായ് ആ കാര്യത്തിൽ സേഫാണ്. നമുക്കവിടെ പോവാം. ഇന്ത്യൻസിന് നമ്മളെ പാസ്പോർട്ടും നമ്മുടെ ഇവിടുത്തെ വാലിഡ് 6 മാസമെങ്കിലുള്ള ഒരു ID കാർഡും വെച്ചിട്ട് പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രാൻസിറ്റ് വിസ എടുക്കാം. ഒരു 1200 മുതൽ നമുക്ക് 24 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ 1200 800 രൂപയ്ക്കുള്ളൂ നാട്ടിലത്തെ. ആ രീതി മുതൽ 2000 രൂപ വരെ 48 മണിക്കൂറിന് അതിൻ്റെ മേലെ കൊടുക്കാം. അങ്ങനെ എടുത്ത് നമുക്ക് അത് സേഫായിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് സേഫായിട്ട് അവിടെ ഇറങ്ങുകയും ചെയ്യാം. കൂടുതൽ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓണറബിൾ വിസൻ്റെ ആ ഒരു കൗണ്ടറിൻ്റെ പ്രത്യേകിച്ച് ഒരു ഏരിയ ഉണ്ടാവും, അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിക്ക് ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് അവർ നമ്മൾ പാസ്പോർട്ട് നോക്കും, അത് നോക്കും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഐയും ഇതൊക്കെ ഒന്ന് സ്കാൻ ചെയ്യുന്ന പരിപാടി ഉണ്ട് അവിടെ, അതൊന്ന് ചെയ്യും. ഓക്കെ, എക്സിറ്റ് അടിച്ച് വിടും. നമുക്ക് പുറത്തിറങ്ങാം, ദുബായ്ക്കുള്ള നടക്കുക, റൗണ്ട് അടിച്ച് നടക്കുക. നമ്മളെ ടൈം കഴിയണ വരെ നമുക്ക് ദുബായ്, അബുദാബി, ഷാർജ ഈ ഏരിയയിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കയറി പോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. ഇപ്പം ഞാൻ തിരിച്ചു പോന്നപ്പോഴാണ് എടുത്തത്. അപ്പം വിസയറാണ് ഞാൻ എടുത്തതിന് ഫ്ലൈറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഓണറബിൾ വിസ ഒക്കെ എടുക്കുമ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ ചെല്ലാൻ നോക്കുക. എന്നിട്ട് നമ്മൾ വിസയറിൻ്റെ കൗണ്ടറിൽ ഫസ്റ്റ് തന്നെ അവിടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഏതാണ് കൗണ്ടർ ആണെങ്കിലും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതാണ് ട്രാൻസിറ്റ് വിസ എടുത്താണ്, ഓണറബിൾ വിസ എടുത്താണ് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് പറയാൻ നോക്കുക. കാരണം എനിക്കൊരു ഫാൾട്ട് അവിടെ വന്നതെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ ഫില്ല് ചെയ്യാണ്ടായിരുന്നു. എനിക്കതിനെ അറിയില്ല കേട്ടോ. ഈ ചെക്ക് ഇൻ ചെയ്യുന്ന പരിപാടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റ് ടൈമുള്ളൂ. ഈ 5 മിനിറ്റ് ടൈം ഇതിൽ ഓലെ അക്കൗണ്ട് എടുക്കുമ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ മൊത്തം ടൈപ്പ് ചെയ്ത് അതിൽ സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ നെറ്റും വേണം. നെറ്റ് അവിടെ എന്താ പറയുക, വൈഫൈ ഉണ്ടായതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ ഞാനത് സേഫായി. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഹോൾഡ് ചെയ്തിട്ട് സമയം ഉണ്ടല്ലോ എന്ന് നിൽക്കുകയാണ്. പിന്നെ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. ചെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടപ്പോൾ അപ്പം പറഞ്ഞ് എന്നോട് പറഞ്ഞ് പാസ്പോർട്ട് ID കാർഡ് വെച്ചപ്പം ID കാർഡ് ഉണ്ട്, പക്ഷേ എങ്കിൽ ഏത് വിസയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മറ്റേ യൂറോപ്പിൽ പോകണപ്പം അത് വിസ നോക്കട്ടെ. അപ്പോൾ ആ വിസ ഞാൻ ഓണറബിൾ വിസൻ്റെ ഇത് കാണിച്ചു കൊടുത്ത് റെസിറ്റ്. അതിനോട് ആ മറ്റേ എന്തോ ഒരു പൂരിപ്പിച്ച അതിൻ്റെ ഒരു അപ്രൂവൽ സാധനം തരാൻ പറഞ്ഞു. അതിൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഓൺലൈനിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഞാനത് ഓൻ പറഞ്ഞവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് കിട്ടണില്ല. ഞാൻ പറഞ്ഞ കൊണ്ടാണ് ഫോൺ വാങ്ങി ചെക്കം എന്തായാലും കറക്റ്റ് കാര്യങ്ങൾ, പാസ്പോർട്ട് നമ്പർ, ID കാർഡ് നമ്പർ, നമ്മളെ റെസിഡൻസ്, നമ്മൾ ഏത് ഇന്ത്യനാണോ, ഏത് രാജ്യത്താണ് നിൽക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ അടിച്ചടിച്ച് അങ്ങനെ പോയിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെയിൽ വന്നു എന്നാണോ അതോ അതിന് സബ്മിറ്റ് സക്സസ്ഫുൾ ആയിരുന്നു അങ്ങനെ എന്തോ കാണിച്ചത്. എന്തായാലും അതിന് ശേഷമാണ് അവൻ സ്കാൻ ചെയ്തിട്ട് എനിക്ക് ടിക്കറ്റിൻ്റെ ഇത് തന്നത്. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ തന്നു. ഞാനവിടെ സേഫായി. ഞാൻ അതേപോലെ തന്നെ അബുദാബിൻ്റെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയി. അവിടെ പിന്നെ ടിക്കറ്റ് ഇതാണ് സ്കാനിങ് ആണല്ലോ ഫുള്ള്. ഒരു സാധനം സ്കാൻ ചെയ്തു, നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു. അവിടെ മുന്നിൽ തന്നെ ഒരു ഐ ടെസ്റ്റ് ഇതേപോലെ തന്നെ ഉണ്ട്, നമ്മൾ പുറത്തിറങ്ങണമെന്ന് തോന്നുന്നുണ്ട്. അതെടുത്തു, നമ്മൾ സ്കാൻ ചെയ്തു. അതിനുശേഷം അത് ഓപ്പണായി ഉള്ളിൽ കയറി. അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് കയറി ആണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോന്നപ്പോൾ ഞാൻ നേരെ കയറിയത് അബുദാബിയിൽ നിന്ന് ഡയറക്റ്റ് ബൾഗേറിയ ആയിരുന്നു. ബൾഗേറിയ പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ ശങ്കനായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബൾഗേറിയ വരെയായിരുന്നു അവിടെ ടിക്കറ്റ് എടുത്തത്. ബൾഗേറിയയിൽ നിന്ന് എനിക്ക് മാൾട്ടേക്ക് പോരണം, പക്ഷേ ഞാനത് സെപ്പറേറ്റ് എടുത്തത്. ബൾഗേറിയ ഞാനവിടെ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ യൂറോപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ, ശങ്കനാണെങ്കിൽ നിങ്ങൾക്ക് ശങ്കൻ രാജ്യത്ത് എവിടെയും വന്നിട്ട് ഇറങ്ങാം, അവിടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക. പക്ഷേ ക്യാൻസൽ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളെ ID കാർഡിലുള്ള രാജ്യം ഏതാണോ ആ രാജ്യത്തേക്കുള്ളൊരു കോപ്പി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടിക്കറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കും. പക്ഷേ നിങ്ങൾ അതിൽ നാളെ പോകാല്ല മറ്റന്നാൾ പോകാല്ല ഒരു ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ID കാർഡും വാലിഡ് ആണെങ്കിൽ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, നമുക്ക് യൂറോപ്പിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും നമുക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടും ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വിസകളൊക്കെ എടുക്കാവുന്നതാണ്. അതും പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ദുബായ് എനിക്ക് സേഫായിട്ട് തോന്നിയിട്ടുണ്ട്. ദുബായ് ബേസ് ചെയ്ത് അബുദാബി, ദുബായ്, ഷാർജ ആ എയർപോർട്ടുകളാണ് ഞാൻ പറയുന്നത്. നമുക്കവിടെ പോയി ഇറങ്ങാനും ഇതേപോലെ ട്രാൻസിറ്റ് വിസ, ഓണറബിൾ വിസ എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനം എടുക്കാനും ചെറിയ എമൗണ്ടുമേ നമുക്ക് നാട്ടിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ തന്നെ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ദുബായ് ട്രാൻസിറ്റ് വിസ എന്നോ ദുബായ് ഓണറബിൾ വിസ എന്നൊക്കെ അടിച്ചാൽ അതിൽ കറക്റ്റ് തന്നെ ഡീറ്റെയിൽ കാണാൻ പറ്റും. അതിലെന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, പാസ്പോർട്ട് കാര്യങ്ങളതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെടുക്കാൻ പറ്റും. അത് നമ്മളവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും കൂടുതൽ ചെക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്കിത് മുന്നോട്ട് പോകാനും പറ്റും. അതുകൊണ്ട് ഒരു സേഫ് വേ ആണ്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്കത്ര ഐഡിയ ഇല്ല, ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ പോയതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്തിട്ട് നേരെ പോയി മുംബൈ. എന്തായാലും നമുക്ക് വിസകൾ ഒരുപാടുണ്ട്. നമ്മൾ വിസകൾ എത്രത്തോളം ഉണ്ട് വെച്ചാൽ വിസിറ്റിംഗ് വിസ ഉണ്ട്, ബിസിനസ് വിസ ഉണ്ട്, വർക്ക് വിസ ഉണ്ട്, സ്റ്റുഡൻറ്റ് വിസ ഉണ്ട്, ട്രാൻസിറ്റ് വിസ, ഓണറബിൾ വിസ, അങ്ങനത്തെ വിസകൾ.
ഇനിയിപ്പോൾ എങ്ങനെയും കേൾക്കുന്നുണ്ട് ഇന്ത്യൻസിന് 2025 കഴിഞ്ഞ മാസം ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഇന്ത്യൻസിന് പാസ്പോർട്ട് വാലിഡ് മാത്രം മതി, ഓണറേബിൾ വിസയും വേണ്ടാന്നും കേൾക്കുന്നുണ്ട്. അതിപ്പം എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പോരുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എടുക്കായിരുന്നു, പക്ഷേ എന്താ വെച്ചാൽ നേരിട്ട് പോരായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കിട്ടിയിട്ടുണ്ടോ അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്യണം നന്നാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ക്യാഷും കൊടുക്കണ്ട, ടിക്കറ്റ് എടുത്ത് പാസ്പോർട്ടും കാട്ടി നേരെ ഔട്ടടിക്കുക ഇത്ര മണിക്കൂറിനെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും തോന്നുന്നു. അറിയില്ല, അത് വന്നിക്കണോ അറിയില്ല, അത് ചെക്ക് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് മാത്രം മതി. എന്തായാലും ട്രാൻസിസ്റ്റ് വിസ, ഓണറേബിൾ വിസ പറഞ്ഞ പരിപാടി ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ വിസിറ്റിംഗ് വിസ നമുക്ക് ഇതേപോലെ ദുബായ് വഴിയൊക്കെ പാസ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഏറ്റവും സേഫ്, ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഈ ഒരു 48 മണിക്കൂറോ 24 മണിക്കൂറൊക്കെ എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ദുബായ് വഴി മറ്റു രാജ്യത്തേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, അത് നാട്ടിൽക്കുള്ള നടക്കുക, വേറെ എയർപോർട്ടിൽ നിന്നായാലും നമുക്കവിടെ പോയിട്ട് അവിടെ നിന്ന് കയറിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന രാജ്യത്തേക്ക് പോരാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഓൺലൈനിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ മെയിലിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് അപ്രൂവൽ വരും. നിങ്ങൾക്കത് പെയ്ഡ് ചെയ്യാനും ഇതേപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബാങ്ക് കാര്യങ്ങൾ നമ്മളിതുണ്ടെങ്കിൽ റവലൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ പെയ്ഡ് ചെയ്താൽ മതി. അവർ പറയുന്ന എമൗണ്ട് സിമ്പിൾ പരിപാടിയാണ്. അപ്പം അതല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവൽസുകാർ ഇതിനെപ്പറ്റി അറിഞ്ഞവരുണ്ടാവും, അവർക്ക് കാര്യങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കുക. അപ്പം നാട്ടിൽ നിന്ന് ടിക്കറ്റ് നോക്കി, അല്ലെങ്കിൽ നാട്ടിൽ നിന്നായാലും അവിടെ നിന്നായാലും ഇവിടെ നിന്നായാലും ടിക്കറ്റ് നോക്കുന്നവർ ഏറ്റവും സേഫ് ആയിട്ടുള്ള വേ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ മുറിച്ച് എടുത്തിട്ട് പോരാൻ പറ്റും. അങ്ങനെ മുറിച്ച് പോരുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കുറഞ്ഞ് വരും. അതല്ല യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണോ പേടിയാണോ ടെൻഷനാണോ എന്ന് നിൽക്കുകയാണെങ്കിൽ അതിനാണ് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും എമൗണ്ട് കൂടിയതിന് എടുത്തിട്ട് നിങ്ങൾ പോകേണ്ടി വരും. കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്നത് ടെൻഷൻ ആവാനൊന്നുമില്ല, ചെറിയ കാര്യങ്ങളുള്ളൂ. നമ്മളൊരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെല്ലണം എന്താ, നമ്മൾ ചെല്ലുന്നു, നമ്മളിപ്പം ഒരു ഉദാഹരണം പറ, ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ആണ് വിചാരിച്ചോ. നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ ഏതാണോ നമ്മൾ ടിക്കറ്റിൽ എടുത്തുള്ളത് നോക്കുക. ആ ടിക്കറ്റിൽ കൗണ്ടർ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പം അതിൽ ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ ഉണ്ടാവും ഇൻഡിഗോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഇൻഡിഗോ ആണെങ്കിൽ നമ്മൾ ആ കൗണ്ടറിൽ ചെല്ലുക, ആൾക്കാരൊക്കെ വരിക്കുണ്ടാവും, അവിടെ ഇത് കാണിച്ചു കൊടുക്കുക. നമ്മളെ ടിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ മൊബൈലിൽ കാണിച്ചാൽ മതി, മൊബൈലിൽ വരുമല്ലോ ഇമെയിൽ, അത് കാണിച്ചാൽ മതി. നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തൊന്നും പോകണമെന്നില്ല, പഴയ പോലെ മൊബൈൽ ഓക്കെയാണ് കൊണ്ടുപോവുക. എന്നിട്ട് ചെന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പാസ്പോർട്ട് കൊടുത്താൽ മതി, ഇതും കാണിക്കണമെന്നില്ല. പാസ്പോർട്ട് കൊടുത്താൽ തന്നെ അവർ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നിങ്ങൾ എങ്ങോട്ടാണ് കൊടുക്കുക പോകണമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവരപ്പം തന്നെ സ്പോട്ടിൽ അടിച്ചിട്ട് ലഗേജ് ഉണ്ടോ ചോദിക്കും. ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ബാഗ് ഉണ്ടെങ്കിൽ അത് തൂക്കണ അവരത് 20 കിലോനോ അല്ലെങ്കിൽ 25 കിലോനോ ആണെങ്കിൽ അതിലൊരു 500-300 ഗ്രാം കൂടിയാലും വലിയ സീൻ വരില്ല. പക്ഷേ വലിയ കിലോൻ്റെ മേലക്കൊക്കെ പോവുകയാണെങ്കിൽ സീനാവും, അത് ഒഴിവാക്കാൻ പറയും. അപ്പോൾ ആ രീതിക്ക് പോകാതൊക്കെ കഴിയണം, കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ ഏറ്റവും സേഫ്. പിന്നെ ആദ്യമേ അല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അത് അവർ വിടും. നമ്മളെ കയ്യിൽ 7 കിലോനോ 10 കിലോനോ പറഞ്ഞു വെച്ചാൽ അതും കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ആ ഉള്ളിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടാവും. ആ ടിക്കറ്റിലുണ്ടാവും നമ്മളെ ഓൾമോസ്റ്റ് ഒരു കാര്യങ്ങൾ, ഗേറ്റ് നമ്പർ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അതിൽ കണ്ടിട്ട് കയറി ചെല്ലുമ്പോൾ നേരെ ചെല്ലണത് പിന്നെ ഈ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ആവും. അവിടെ ചിലപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ സാധ്യത. അതേപോലെ തന്നെ നമ്മുടെ ശരീരം തന്നെ മൊത്തത്തിൽ ചെക്ക് ചെയ്യും, സ്കാനും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ കയറാം. അതോടെ നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മളെല്ലാം സേഫായിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട പിന്നെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കും. ഇപ്പോൾ നമ്മൾ മുംബൈക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ എയർപോർട്ടിലും ഓരോ സിസ്റ്റമാണ്. ചിലർക്ക് ഗേറ്റ് നമ്പർ ABCD അങ്ങനെ കാണാം, അല്ലെങ്കിൽ ഗേറ്റ് നമ്പർ 1 2 3 ആ രീതിയിലും കാണാം. അപ്പോൾ നമ്മളെ ഈ ടിക്കറ്റിൽ ഒരുവിധം ഉണ്ടാവും ടിക്കറ്റിൽ ഗേറ്റ് നമ്പർ ഇത്രയെന്ന്. അതല്ല ഗേറ്റ് നമ്പർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം നോക്കാമല്ലോ. ആ ടൈം ഉണ്ടാവും, 1 മണിക്കാണ്, ഉച്ചക്കാണ്, നമ്മൾ 1 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കുക, ഡിസ്പ്ലേയിൽ ഉണ്ടാവും കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ 1 മണിന്ന് കാട്ടൂല, 12 കഴിഞ്ഞാൽ 13 എന്ന് കാട്ടുക, 14 എന്ന് കാട്ടുക, 15 എന്ന് കാട്ടുക. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ നോക്കുക. അപ്പം 1 മണി എന്നുള്ളത് 13. അപ്പോൾ നോക്കുക, ഉണ്ടാവും ഇൻഡിഗോ 13 മുംബൈ എഴുതി കാട്ടുണ്ടാവും. ആ മുംബൈ എടുത്തിട്ട് ഗേറ്റ് നമ്പർ A1 അല്ലെങ്കിൽ വെറും 1 അല്ലെങ്കിൽ B2 അല്ലെങ്കിൽ F2 ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ആ ടൈം എടുക്കുമ്പോൾ. അപ്പം നമ്മളിങ്ങനെ നോക്കുക, ഇപ്പം A2 ഓക്കെ. A2 നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ പുറത്ത് ബോർഡുകൾ നോക്കുക. അപ്പം A ഇങ്ങോട്ട്, B അങ്ങോട്ട്, F ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കണം. അപ്പോൾ ആ എന്ത് ചെയ്യുക, B2. അപ്പോൾ B കൊടുക്കാൻ നോക്കുക, B വലത്തേക്ക്, Bയിൽ നോക്കി പോവുക. അപ്പോൾ B നോക്കി അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണാം Bയിൽ 1 ഇങ്ങോട്ട്, 2 അങ്ങോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, Bയിൽ 2 ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ B2 പോവുക. B2 പോകുമ്പോൾ അവിടെ ഉണ്ടാവും ഗേറ്റ് B2 ഗേറ്റ്, മൊത്തം ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവിടെ ഉണ്ടാവും ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും ഇൻഡിഗോ മുംബൈ B2 ഗേറ്റ് നമ്പർ. നമ്മളവിടെ ഹോൾഡ് ചെയ്യുക. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ ഒരു ടിക്കറ്റ് ഇതന്നെയല്ലേ എന്ന് കൺഫേം ആക്കുക. അത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ. പറയണം, ചിലപ്പോൾ അവർക്കും മിസ്റ്റേക്ക് വരാം, പക്ഷെ നമുക്കൊരു ബോധ്യം വേണം. അവിടെ എഴുതി കാട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. മുംബൈ B2 ഗേറ്റ് കറക്റ്റാണ്. പിന്നെ അവിടെ ഫ്ലൈറ്റ് വരും, കയറുക, ഉള്ളിലേക്ക് പോവുക,
ഇറങ്ങുക. അവിടെ ചെന്ന് ഇതേപോലെ തന്നെ ചെക്കിങ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ അടുത്ത എയർപോർട്ടിൽ ഇതേപോലെ ഔട്ടടിക്കും. ചെക്കിങ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. പുറത്തിറങ്ങി അടുത്ത ഫ്ലൈറ്റ് നമുക്ക് അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് എപ്പോഴാണെന്നില്ല ചെക്ക് ചെയ്യുക. ആ ടിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുക. ടിക്കറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ കൗണ്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൗണ്ടർ അവിടെ അപ്പുറത്ത് ഓപ്പൺ ആവും. അവിടെ ചെല്ലുക, അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് കണ്ടെത്തുക, പോവുക. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ടെൻഷനാവുന്നില്ല. 3 പ്രോസസ്സിങ്ങേ ഉള്ളൂ. നമ്മൾ കയറി ചെല്ലുന്നു, ലഗേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ ബോഡി ചെക്കിങ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. നാലാമത്തെ എന്താ വെച്ചാൽ നമ്മൾ നേരെ കൗണ്ടറിൽ ഗേറ്റ് നമ്പറിൽ എത്തുന്നു, കയറി പോരുന്നു. 4 പ്രോസസ്സിങ്ങേ ഉള്ളൂ ഈ ഒരു ഇതിൽ. അതിൽ 1ഉം 2ഉം ഒന്നാമത്തെ ഉള്ള നമ്മൾ കണ്ടെത്തുക, രണ്ടാമത്തെ ഓട്ടോമാറ്റിക് എടുക്കും, മൂന്നാമത്തെ ഓട്ടോമാറ്റിക് എടുക്കും, നാലാമത്തെ നമ്മൾ ഗേറ്റ് നമ്പർ കണ്ടെത്തുക. ഇതേ ഉള്ളൂ. ബാക്കി 2ഉം നമ്മൾ ഓട്ടോമാറ്റിക്കാണ്. കാരണം ചെക്ക് ചെയ്യണത് നമ്മൾ ഓല് ചെക്ക് ചെയ്യാണ്, അപ്പുറത്തെ ഇമിഗ്രേഷനും അവർ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. ബാക്കി 2ഉം ഗേറ്റ് നമ്പർ കണ്ടെത്തുന്നതും ഈ ഒരു എന്താ പറയുക ചെക്ക് ചെയ്യാൻ ചെല്ലണ ആ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റും കാര്യം ചോദിക്കുന്നതും, ഇത് 2 ഉള്ളൂ നമ്മൾ മുന്നിലൊരു ടാസ്ക്. അപ്പോൾ എന്തിനു പേടിക്കണേ? ഏത് എയർപോർട്ടിലും നമുക്ക് ചെല്ലാം. പക്ഷേ എയർപോർട്ടിൻ്റെ വലുപ്പം നോക്കണം, ശ്രദ്ധിക്കണം, സമയം നോക്കുക, പെട്ടെന്ന് ആ ഒരു ഗേറ്റ് നമ്പർ കണ്ടെത്താൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ മുംബൈ ഇരിക്കുകയാണ്, ഗേറ്റ് നമ്പർ വന്നിട്ടുണ്ടാവില്ല, ഹോൾഡ് ചെയ്യുക, അവിടെ തന്നെ ഇരിക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഓൺ വെയിറ്റിംഗ് എന്നൊക്കെ എഴുതി കാട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അത് കയറി വരും, സമയം അടുക്കുന്നവർ കയറി വരും, അത് സെറ്റാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിലുണ്ടാവും ഗേറ്റ് നമ്പർ കാണിക്കണം, ഗേറ്റ് നമ്പർ പോവാം. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോകണില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് വിചാരിക്കണേ. എനിക്കറിയണേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇതിലാരും പറയാണ്ട് പറഞ്ഞ് അങ്ങനെ പോയാൽ നിൽക്കില്ല. വീഡിയോ ഒരുപാട് ലെങ്താവും. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എന്തായാലും ഈ ഓണറേബിൾ വിസ അല്ലെങ്കിൽ ട്രാൻസിറ്റ് വിസ ഒക്കെ എടുക്കുന്നത് ശ്രദ്ധിക്കുക, രാജ്യങ്ങൾ ശ്രദ്ധിക്കുക. നോക്കി കണ്ടെടുത്താൽ നിങ്ങൾക്ക് സേഫായിട്ട് ഇതേപോലെ തന്നെ കുറഞ്ഞ ടിക്കറ്റിൽ മാറ്റി മുറിച്ചെടുത്താലും നിങ്ങൾക്ക് എത്താൻ പറ്റും സേഫായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് മുംബൈ ഒരു ഡെസ്റ്റിനേഷൻ എടുത്തോളി. മുംബൈ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ടിക്കറ്റ് യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് കിട്ടും. അത് അവിടെ വരെ എടുത്തിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് വേറെ 5000 റുപ്യേൻ്റെ ടിക്കറ്റ് അത് സമയം കഴിഞ്ഞിട്ട് എടുത്തോണ്ടി. ഓക്കെ, ഏറ്റവും നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കൊടുക്കി. കുറേ ആൾക്കാർ കാണട്ടെ, കുറേ ആൾക്കാർക്ക് ഇതൊരു ഇൻഫർമേഷനേ കാരണം തമാശ പറയല്ല, അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും ഇതിനെ പറ്റിയൊക്കെ. ഇട്ടുകൊടുക്കി. പിന്നെ അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യ്, എന്തൊരു മടി, സബ്സ്ക്രൈബ് ചെയ്യ് ഇതുണ്ടോ നിങ്ങൾ ഇൻഫർമേഷന് മാത്രമല്ല കുറേ രസങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. മുബഷിറാണ്, മാൾട്ടിൽ നിന്നാണ്. ബൈ.